മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ളോഗ്സ് അഭിലാഷ്. അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നേക്കാണ് ഒരു ഫുൾ വീഡിയോ ആയിട്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂരുള്ള കാറുകളുടെ ആക്സസറി സ്ഥാപനമായിട്ടുള്ള കാർ ഇൻ കെയറിലാണ് കേട്ടോ. കൂടുതൽ വിശേഷങ്ങൾ പോയല്ലോ പോരെ. ഈ എടുക്കുന്ന മുതൽ നമ്മുടെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് പെട്രോൾ വേരിയന്റ് ആണ് കേട്ടോ. ഈ ഒരു വാഹനത്തിന് നമുക്ക് 360 ഡിഗ്രി ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ കസ്റ്റമർക്ക് ആ ഒരു 360 ഡിഗ്രി ക്യാമറ ഒക്കെ വെക്കണം എന്നുള്ള ഒരു ബേസിലാണ് നമ്മുടെ തൃശ്ശൂരുള്ള കാർ ഇൻ കെയറിലേക്ക് ഈ ഒരു വാഹനം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കാർ ഇൻ കെയറിലെ ടെക്നീഷ്യൻ ആയിട്ടുള്ള അരുൺ മച്ചാനോട് ചോദിച്ചറിയാം. ഈ ഒരു 360 ഡിഗ്രി ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഈ ഓടിക്കുന്ന ഡ്രൈവേഴ്സിനൊക്കെ എന്താണ് ഗുണം എന്ന് കൂടുതൽ നമുക്ക് അരുൺ മച്ചാൻ പറഞ്ഞുതരും. അപ്പൊ എന്തായാലും ആ ഒരു വിശേഷത്തിൽ പോവാണ്. നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു 360 ഡിഗ്രി ക്യാമറ എന്തിനാണ് നമ്മൾ ഈ ഒരു വാഹനങ്ങളിലൊക്കെ വെക്കുന്നത്? അത് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മളിപ്പോ ഒരു കണ്ടസ്റ്റന്റ് ഏരിയയിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ വണ്ടികളിലെ ബ്ലൈൻഡ് സ്പോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ പാർക്കിങ്ങിലും ഡ്രൈവിങ്ങിലും കാണാനും പറ്റും. അതുപോലെ തന്നെ 4 സൈഡും ഒരുപോലെ തന്നെ റെക്കോർഡായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ വല്ലയിടത്തും ചെറിയ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ കട്ടിലും മുട്ടിലും എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് വാദിച്ച് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഡ്രൈവേഴ്സിനൊക്കെ വലിയ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്രയും കണ്ടസ്റ്റന്റ് ആയിട്ട് പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യുക, ഒരാളില്ലെങ്കിൽ പോലും നമുക്കത് പാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ 4 ക്യാമറയുടെ ഇതിൽ വരുന്നത് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് 4 ക്യാമറയാണ്. 2 മിററിലും ഫ്രണ്ടിലും ബാക്കിലും കൂടിയിട്ട് വരിക. ഹാൻഡ്കാസ്റ്റുള്ള ബ്രാൻഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹാൻഡ്കാസ്റ്റിലാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള വാറന്റി ആണ്. അതുപോലെ തന്നെ 1 ഇയർ വാറന്റി കഴിഞ്ഞാലും പാർട്സും അവൈലബിൾ ആണ്. നമ്മുടെ കാർ ഇൻ കെയർ തൃശ്ശൂർ 3 ബ്രാഞ്ചസിലും ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എവിടെയൊക്കെ ബ്രാഞ്ചസ് വരുന്നത്? പൂർണ്ണ മാംഗോ ബേക്കറിന്റെ ഓപ്പോസിറ്റ് വരും. നമ്മുടെ ഈ മാംഗോ ബേക്കറിയുടെ നേരെ ഓപ്പോസിറ്റ് വരും. നമ്മുടെ ഏറ്റവും ഫസ്റ്റത്തെ ഷോപ്പ് ഇതാണ്. ഒരു 20 വർഷത്തെ ഷോപ്പാണത്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു 3 ഷോപ്പിലേക്ക് മാറിയിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് ഷോപ്പ് വരുന്നത് ചങ്ങരയ റോട്ടില് നമ്മുടെ റിലയൻസ് മാർട്ടിന്റെ തൊട്ടപ്പുറത്ത്. പിന്നെ ഇപ്പൊ പുതിയത് സ്റ്റാർട്ട് ചെയ്തത് തേജിക്കുളം അമ്പലത്തിന്റെ ഈ ഒരു വർക്ക് അല്ലാണ്ട് എന്തൊക്കെ വർക്കാണ് കാർ ഇൻ കെയറിൽ ചെയ്യുന്നത്? കാറിന്റെ ആക്സറി സംബന്ധമായിട്ടുള്ള A to Z വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാൽ ഫോർമാറ്റ്, മാറ്റുകൾ, സീറ്റ് കവറുകള്, സ്റ്റീരിയോ, സ്പീക്കേഴ്സ്, സബ്, ഫുൾ ഫിലിം അതിന് വേണ്ട എല്ലാ വർക്കും ഇപ്പൊ ഒരു എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും. അതായത് നമുക്ക് ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഫുൾ ഓപ്ഷനിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബേസ് മോഡൽ വാഹനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ആവശ്യം എന്താണോ ആ രീതിയിൽ 2 വേണമെങ്കിൽ മാറ്റം ചെയ്തു കൊടുക്കാൻ പറ്റും. അതും ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അല്ലാത്തത് നമ്മൾ ചെയ്യുന്നില്ല, അല്ലാതെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മുടെ ഈ ഒരു മിറേഴ്സിന്റെ അവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മളിപ്പോ ഇൻഡിക്കേറ്ററിലേക്കുള്ള കണക്ഷൻ കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 360യുടെ ഈ സൈഡിലേക്കുള്ള ക്യാമറയുടെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ 360യുടെ സ്ക്രീൻ ആ ഏത് വശത്തേക്കോ ഇൻഡിക്കേറ്റർ ഇട്ട് ആ സൈഡിലത്തെ സ്ക്രീനായി നിൽക്കും. ഇപ്പൊ ഈ ഒരു ഭാഗത്തെ ഇൻഡിക്കേറ്റർ ഇടുന്ന ഇവിടുത്തെ വിഷ്വൽ കിട്ടുമല്ലോ അല്ലെ? നമ്മൾ വയറുകളൊക്കെ ക്ലിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കട്ടിങ്ങോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫുൾ ക്ലിപ്പിംഗ് ആണ് അല്ലേ? ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാലിബ്രേഷന് കൊണ്ടുപോകണം നമ്മുടെ 2 സൈഡ് ക്യാമറ, അതുപോലെ ഫ്രണ്ട് ബാക്ക്. ആ ഒരു ക്യാമറയുടെ ഫുള്ള് പൊസിഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാലിബ്രേഷൻ നമ്മൾ കൊണ്ടുപോകണം. അപ്പൊ നേരെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകട്ടോ. 4 ക്യാമറ 4 രീതിയിലേക്കാണ് ഇരിക്കുന്നത്. നമ്മൾ കറക്റ്റ് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്യാനാണ് അടുത്തൊരു പ്രോസസ്. ഓക്കെ, അപ്പൊ അതിനായിട്ട് കൊണ്ടുപോകാം അല്ലെ? അയ്യന്തോളത്തെ ഷോപ്പിലേക്ക്. പിന്നെ നമ്മുടെ കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അയ്യന്തോളിലുള്ള ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കാർ ഇൻ കെയറിന്റെ. അപ്പോൾ നമുക്കിനി കാലിബ്രേഷൻ കാര്യങ്ങൾ ചെയ്യാം. എന്താ ചെയ്തോണ്ടിരിക്കണേ? വണ്ടിയുടെ മെഷർമെന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു അളവ് അല്ലേ? അത് ഇപ്പൊ 4 സൈഡും എടുക്കും. 4 സൈഡ് വണ്ടിയുടെ വീതി, നീളം, ഉയരം എന്നുള്ള ആ ഒരു അളവൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. 150. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു വാഹനങ്ങളൊക്കെ 360 ഡിഗ്രി ക്യാമറ ചെയ്യണത് തന്നെ നമ്മൾ എന്തിനാ? നമ്മൾ ഈ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കാർ പാർക്കിംഗ് ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 360 ഡിഗ്രി ക്യാമറയൊക്കെ വാഹനത്തിൽ ഫിറ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ക്യാമറ സെറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കാലിബ്രേഷൻ എന്നുള്ള കാര്യം. ആ ഒരു കാര്യങ്ങളാണ് ഇത്ര വൃത്തിയായിട്ട്, അതായത് അത്ര കെയർഫുള്ളായിട്ട് ഇവർ കാർ ഇൻ കെയറിന്റെ ടീം ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. നമ്മൾ വാഹനത്തിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ പാർത്ഥൻ മച്ചാനും അരുൺ മച്ചാനും കൂടിയിട്ട് അതിന്റെ ആ ഒരു മെഷർമെന്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഇതൊക്കെ ഉണ്ടോ മെഷർമെന്റിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അത്
ഓരോന്ന് നോക്കിയിട്ട് അവര് കറക്റ്റ് ലാസ്റ്റ് ചാലു ആക്കൂട്ടാ. പുറത്ത് ആ ഒരു മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഫ്രണ്ടിലത്തെ ആണോ? ഫ്രണ്ട് വ്യൂ ക്യാം ആണ് അല്ലേ? അപ്പൊ എന്തായാലും മച്ചമാരെ ഒരു സെറ്റ് ആക്കട്ടെ ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടാ. വർക്കൊക്കെ കഴിഞ്ഞു അല്ലേ? വർക്കെല്ലാം കഴിഞ്ഞിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ 360 ഡിഗ്രി ക്യാമറയുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് കണ്ടോണ്ടിരിക്കട്ടെ നിങ്ങള്. ഓക്കെ, ഇതിപ്പോ മൊത്തമുള്ള വ്യൂ കാണാൻ പറ്റുന്നുണ്ടല്ലോ. 3D വ്യൂ ആണത്. ഇനിയിപ്പോ മച്ചാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോ സൈഡിലേക്കുള്ള അതെങ്ങനെയാ കണ്ടോ? ഓക്കെ, ഇതിപ്പോ റൈറ്റ് സൈഡ് ആണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലെഫ്റ്റ് സൈഡ് കാണും. ലെഫ്റ്റ് സൈഡ് ഇപ്പൊ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഓൾറെഡി റിവേഴ്സിലേക്ക് മാറും. ഓക്കെ, ഓട്ടോമാറ്റിക് ഫ്രണ്ട്. ഇതേപോലത്തെ വർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ കാറിൻ കെയറിലേക്ക് വരാം അല്ലേ? കാറിലേക്ക് വരിക, പെട്ടെന്ന് ചെയ്യാൻ പോവാം. ഓക്കെ, അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ചെയ്യാനും പറ്റും. ചെയ്യാം. മച്ചമരപ്പ് ഇന്നത്തെ വിശേഷം ഈ ഒരു കിണ്ണങ്കാച്ചി മുതൽമേ 360 ഡിഗ്രി ക്യാമറ വെച്ച വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ഇത് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ വലിയ പ്രയോജനമാവും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കാറിൻ കെയറിന്റെ നമ്പർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യക്കാരാണെങ്കിൽ അവരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ഇവിടെ വന്നോ ഈ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് സന്തോഷത്തോടു കൂടി വണങ്ങിക്കോട്ടോ. അപ്പൊ എന്തായാലും പുതിയ കിണ്ണങ്കാച്ചി ഒരു ഐറ്റായിട്ട് നമ്മള് ഉടൻ വരുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.